ജിക്സ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു കിൻഡിൽ 4th ജനറേഷൻ ടച്ച് മോഡലാണ്. ഇത് ചാർജ് ആകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നമുക്ക് ആദ്യം അതിനായിട്ട് ഇതൊന്ന് ചാർജറിൽ കുത്തിയിട്ട് നമുക്ക് ചാർജ് ആവാൻ ചെക്ക് ചെയ്യണം. ഓക്കെ, ഞാനത് ആദ്യം ഒന്ന് കുത്തിയിട്ടപ്പോൾ ഇത് ചാർജ് ആകുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പോർട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുത്തിയിട്ടപ്പോൾ ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, പക്ഷേ ഡിവൈസ് ചാർജ് ആവുകയോ ഓൺ ആവുകയോ ചെയ്യുന്നില്ല. അപ്പം നമുക്കിനി ഇതൊന്ന് തുറക്കണം, എന്താണ് കംപ്ലൈൻറ്റ് എന്നറിയാൻ തുറന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് തുറന്നപ്പോൾ തന്നെ കാണാം ബാറ്ററി ഒരുമാതിരി ബൾജായിരിക്കുകയാണ്. ഇതിനകത്ത് ആരുടെ സിം കാർഡുണ്ട്, നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ബാറ്ററി കിട്ടുക എന്നുള്ളത് ചാൻസ് വളരെ കുറവാണ്. നമുക്ക് ഈ സെല്ലൊന്ന് ഊരിയെടുത്ത് നോക്കാം. ഓക്കെ, ഞാൻ ബാറ്ററി ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ അത് നല്ലോണം വീർത്തിരിക്കുകയാണ്. 3.7 വോൾട്ടിൻ്റെ സെല്ലാണ്, 4400 mAh-ൻ്റെത്. നമുക്ക് ഈ കവറെല്ലാം ഒന്ന് പൊളിച്ചിട്ട് നമുക്ക് അതിനകത്ത് സെല്ല് മാത്രം റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഞാൻ ഊരി അതിൻ്റെ സെല്ല് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ സെല്ല് സെപ്പറേറ്റ് ചെയ്തപ്പോൾ തന്നെ കാണാം ഫുള്ള് കൊറോഷനാണ്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ബോർഡാണിത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ നോക്കട്ടെ, സൂം ചെയ്ത് കാണിക്കാമെന്ന്. ബാറ്ററി കൊറോഷനായി ലീക്കായിട്ട് ബോർഡ് ഫുള്ള് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്, ഫുള്ള് കൊറോഷൻ പിടിച്ചിരിക്കുകയാണ്. നമുക്കിത് മൊത്തം ക്ലീൻ ചെയ്ത് ഒന്ന് സോൾഡർ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞാനത് ഫുള്ള് ക്ലീൻ ചെയ്ത് സോൾഡർ ചെയ്തിട്ടൊരു കൂടിയ ബാറ്ററിയാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്, നമ്മുടെ പ്രൊട്ടക്ഷൻ ബോർഡ് വർക്ക് ചെയ്യുമെന്നറിയാനായിട്ട് വേറൊരു സെല്ല് കണക്ട് ചെയ്തിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കിൻഡിൽ കണക്ട് ചെയ്യാൻ ഓൺ ആക്കിയപ്പോൾ നമ്മുടെ കിൻഡിൽ ചാർജ് ആകുന്നുണ്ട്, ഓൺ ആകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ തപ്പിയപ്പോൾ ഒരു ഡിസോയുടെ ഒരു പഴയ ബാറ്ററി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സാക്റ്റ് ആയിട്ട് അതിനകത്ത് ഇരിക്കും. ആ പ്രൊട്ടക്ഷൻ ബോർഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരുന്ന് നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഡിസോയുടെ ബാറ്ററി ഞാൻ എടുത്തിട്ട് നമ്മുടെ പ്രൊട്ടക്ഷൻ ബോർഡിൽ സോൾഡർ ചെയ്ത് പഴയ ബാറ്ററിയുടെ കേസിനകത്ത് വെച്ച് ടേപ്പ് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനിയും കിൻഡിൽ കണക്ട് ചെയ്ത് ഓണാക്കാം. നമ്മുടെ കിൻഡിലിപ്പോൾ നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫുള്ള് ചാർജായി വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നൊരു കുഴപ്പമില്ല. അതൊരുപാട് പഴയ മോഡലാണ്, ബാറ്ററി കിട്ടാനുള്ള ചാൻസും നോക്കിയപ്പോൾ ആമസോണിലൊന്നും ഇല്ല, പിന്നുള്ളത് eBayയിലൊക്കെയാണ്. അവിടുത്തെ 1500-2000 രൂപയൊക്കെയാണ് ബാറ്ററിക്ക് കാണിക്കുന്നത്. ഉള്ള വഴിയാണിത്, എൻ്റെ സെല്ല് മാത്രം റീപ്ലേസ് ചെയ്യും. എന്തായാലും എല്ലാം വർക്കാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു റിപ്പയറിങ്ങിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.